ഗൈസ്, രാവിലെ എണീറ്റ് വരുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. വാതിലിങ്ങനെ മുട്ടലുണ്ടാവും. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇയാളായിരിക്കും. അതെന്തിനാണെന്നറിയോ? ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മീമുള്ളും അങ്ങനത്തെയൊക്കെ അതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം തന്നെ കൊണ്ടുപോയി ഇട്ട് കൊടുത്താലേ ഉള്ളൂ ഇയാൾക്ക് സമാധാനമാവുക. അത് ഇട്ട് കൊടുത്തപ്പോൾ ഒടുക്കത്തെ കാക്കകളെ ശല്യം ചെയ്തു കേട്ടോ. സാമർത്ഥ്യം കാട്ടിയിട്ട് അങ്ങോട്ട് തിന്നണ്ടേ, അത് ഇയാൾ ചെയ്യണില്ല. അങ്ങനെ ഉപ്പരിങ്ങോട്ട് തന്നെ പോന്നു. കാക്കകൾ അവിടെ ഒക്കെ എല്ലാം കഴിച്ച് കാലിയാക്കി കൊടുക്കും. ഇനി കുടിക്കാനുള്ള വെള്ളം, ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ പാത്രത്തിലാക്കുകയാണ് കേട്ടോ. ഇതേ അടുപ്പത്ത് വെള്ളം വെക്കും, അപ്പം അത് ചൂടായി കിട്ടും. ചോറ് വെക്കണതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ. ഇനി ക്യാരറ്റ് കഴുകണ എന്തിനാണെന്നറിയോ? ഇന്ന് സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട്, ഫുഡ് മേളയാണ് കേട്ടോ, ഫുഡ് ഫെസ്റ്റ്. അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കുന്നത് കട്ട്ലേറ്റാണ്. എല്ലാ കുട്ടികളും ഓരോ ഐറ്റംസുകളായിട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മളെ മക്കൾ കട്ട്ലേറ്റാണ് കൊണ്ടുപോകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കണത്, ഈ ചെറിയ കുട്ടികൾക്കല്ലേ ഫുഡ് ഫെസ്റ്റൊക്കെ, എന്താ അപ്പോൾ വലിയ കുട്ടികൾക്കൊക്കെ ഇത് അങ്ങനെയൊക്കെ കരുതിയിരുന്നു കേട്ടോ. പക്ഷേ ഇത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഓൽക്കതിന് മാർക്കും കിട്ടും. SLCക്കൊക്കെ മാർക്ക് ഉണ്ടാവും കേട്ടോ, CE മാർക്ക്. അപ്പം നമ്മളിത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഓലിക്ക മാർക്ക് കിട്ടുക. അതുകൊണ്ട് രാവിലെ തന്നെ ആദ്യം ഇത് ചെയ്യാൻ നിൽക്കണം. പിന്നെ ക്യാരറ്റ് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കിഴങ്ങ് വേവിച്ച് ഉടക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് കിഴങ്ങ് ചെറിയ പീസുകളാക്കിയിട്ട് അതിലിട്ട് കൊടുക്കണോണ്ട് ക്യാരറ്റ് ആക്കിയ പോലെ. ഇവിടെ ക്യാരറ്റും കിഴങ്ങൊന്നും സ്റ്റോക്ക് ചെയ്യലൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് പറഞ്ഞതാണിത്. അപ്പോഴത്തിന് സമയം കുറേ ആയി. പിന്നെ രാത്രി പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. രാവിലെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേനും ഉണ്ടാക്കുന്നു വേണ്ട, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് ഇത് കൊടുത്തു വിടേണ്ടത് കേട്ടോ. അതുകൊണ്ട് സമാധാനത്തിൽ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ എന്നാലും ഇതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ ഇതാ കിഴങ്ങ് വേവിച്ചു. അത് നമ്മൾ കുക്കർ ഇടയ്ക്കൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് വിസിൽ വരുള്ളൂ. അങ്ങനെ അതവിടെ അടുപ്പത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സവാള അരിഞ്ഞെടുക്കണം. ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. എത്ര എണ്ണം ഉള്ളത് വെച്ചാൽ അത്ര ഉണ്ടാവും, അതാണ് കൊണ്ടുപോകും. ഇപ്പോൾ ക്ലാസ്സിൽ 40 കുട്ടികളൊക്കെ ഉണ്ട്. 40 നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാ കുട്ടികളും വേറെ വേറെ ഐറ്റംസുകൾ കൊണ്ടും. അപ്പോൾ എല്ലാതും ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ അവർക്ക്. ഞാൻ കുറച്ച് ഒരു 10 കൊടുത്തേക്കാന്നാട്ടോ വിചാരിക്കണത്. അങ്ങനെ എല്ലാ കുട്ടികളും 10 കൊടുന്നാൽ ഇഷ്ടം പോലെ ആവുമല്ലോ. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഔട്ടിംഗ് പാസ് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൻറ്റിലിട്ട് വെച്ചിട്ട് ഞാനത് അറിയാതെ കൊണ്ടുപോയി തിരുമ്പി. അങ്ങനെ നനഞ്ഞു. അപ്പോൾ പിന്നെ അത് അടുപ്പിൻ്റെ അടുത്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചിക്കണം. ഉച്ചയ്ക്ക് വരണമെങ്കിൽ പാസ് വേണം, അല്ലാതെ പോലെ അവിടുന്ന് പുറത്തേക്ക് വിടൂല. അപ്പോൾ കിഴങ്ങും കിഴങ്ങല്ല സവാളയും ക്യാരറ്റും വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ വാടി വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ കിഴങ്ങ് കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് ബീഫാണ് നമ്മൾ കട്ട്ലേറ്റിലേക്ക് വിടുന്നത്. അത് ഇന്നലെ വാങ്ങിച്ച ബീഫേന്നു കേട്ടോ. വാങ്ങിയതുകൊണ്ട് ഇന്നലെ കൂട്ടാൻ ബീഫേന്നു, അതുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ ബീഫ് കട്ട്ലേറ്റ് ആക്കിട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് ചിക്കനും മേടിക്കേണ്ടി വരുമല്ലോ. പിന്നെ അതാ ഇതിലേക്ക് വാടി വന്നപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തു. ഞാനിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം ഞാനൊരു അമ്മിക്കല്ല്, നമ്മളുടെ ചമ്മന്തിക്കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാൻ കേട്ടോ. അപ്പം നല്ലോണം ഉടഞ്ഞ് കിട്ടും. ആ കുക്കറിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുപ്പ് വെറുതെ കത്തിപ്പോണ്ട വിചാരിച്ചിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടോ. പിന്നെ ഇത് വേവിച്ചതാണല്ലോ, നമ്മൾ ഈ ഉള്ളിയും ഒക്കെ വേവിച്ചതാണല്ലോ ക്യാരറ്റൊക്കെ. പിന്നെ ഇതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത് വേവണമെന്നൊന്നുമില്ല, കിഴങ്ങ് വെന്തതാണ്. അപ്പോൾ അത് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ കട്ട്ലേറ്റ്. ഇപ്പോൾ കറിവേപ്പിലില്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വേവിക്കുന്ന സമയത്ത് ഇടാൻ പാടില്ല കേട്ടോ മല്ലിയില. ഈ ഒരു ടൈമിലാണ് ഇടേണ്ടത്. നമ്മൾ തടുപ്പത്തുനിന്ന് വാങ്ങിയതിന് ശേഷമാണ് മല്ലിയില ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. ആ ഉള്ളി വഴറ്റുന്ന സമയത്ത് മല്ലിയില ഇട്ട് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ. ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. വാടിയതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം.
അപ്പോൾ പിന്നെ ഞാനിതിലേക്ക് 4 ബ്രെഡ് പൊടിച്ചിട്ടുണ്ട്, അതവിടെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വത്തലാണ് കിട്ടിയിട്ടുള്ള മീൻ, ഇനി അത് നന്നാക്കി എടുക്കണം. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കണം കേട്ടോ. അടുപ്പ് കയറുമ്പത്തിന് അതിമക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ അടുപ്പാട് വെറുതെ കത്തിപ്പോവാണ് കേട്ടോ. ഈ മീൻ നന്നാക്കലും കഴുകലൊക്കെ കഴിഞ്ഞ് മസാലയൊക്കെ പറ്റിയിട്ട് വേണമല്ലോ അത് പൊരിക്കാൻ. അപ്പത്തിനൊക്കെ അടുപ്പാട് വെറുതെ കത്തിപ്പോവല്ലേ. അപ്പം ഞാൻ ആ വെള്ളം അവിടെ വെച്ച് കൊടുത്തു കേട്ടോ. ചോറ് എന്തൊക്കെ ഊറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് കട്ടിലേക്കിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. അപ്പം നമ്മളെ വത്തൽ നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി കൊടുത്തു കേട്ടോ. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഇത് തികയൂല. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ ടേസ്റ്റും ഉണ്ടാവില്ല വത്തൽ. അപ്പം അതുകൊണ്ട് ഫുള്ളാണ് പൊരിച്ച് വെക്കാമെന്ന് എഴുതി. പൊരിച്ചാൽ വൈകുന്നേരത്തേക്കും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ രാത്രി പൊരിക്കണമെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ വത്തലിന്. മറ്റുള്ള മീനുകളെ പോലെയല്ല, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. അപ്പം ഞാൻ എല്ലാം ഒരുമിച്ച് പൊരിച്ചെടുക്കാമെന്ന് എഴുതി. നമ്മളുടെ മീശോ ചട്ടി ഉണ്ടല്ലോ, അതിലൊന്ന് മീൻ പൊരിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പം അത് നന്നായിട്ട് ചൂടായി വരട്ടെ. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മീൻ പൊരിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല, അടി പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇനി ഇതെങ്ങനെയെങ്കിലും മയക്കിയെടുക്കണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടി അറിയണോന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കട്ട്ലേറ്റിൻ്റെ മിക്സ് ചൂടാടി വന്നിട്ടുണ്ട്. ഇനി അത് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കുക. ഇപ്പം ഇത്രയാണ് നമുക്കിതിന്ന് കിട്ടിയിട്ടുള്ളത്. 10 സ്കൂളിലേക്ക് കൊടുത്തേക്കാനും പിന്നെ നമ്മളുടെ വീട്ടിൽ വെക്കാനും കുറച്ചുണ്ട് കേട്ടോ. നമ്മൾക്കും കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് 4-5 ഇവിടെ വെക്കുന്നുണ്ട്. അപ്പം ഇനി മുട്ട പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പിന്നെ നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ ആ ഒരു സംഭവം ഇട്ടിട്ട് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു സമൂസ ഉണ്ടാക്കിയാലോന്ന്. പക്ഷേ അതിന് സമൂസേൻ്റെ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കണ്ടേ. അപ്പം അതിലേറെ നല്ലത് കട്ട്ലേറ്റാണെന്ന് തോന്നി. അതുകൊണ്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അത് ആ കട്ട്ലേറ്റ് എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് എണ്ണയിലാണ് കേട്ടോ പൊരിക്കണത്. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഫുള്ളായിട്ട് മുക്കിയിട്ടല്ല പൊരിക്കണം കേട്ടോ. ചെറുതായിട്ട് പൊരിച്ചെടുക്കുകയാണല്ലേ പിന്നെ നമുക്ക് ആ എണ്ണ പിന്നീട് ഉപയോഗിക്കാനും പറ്റൂല, കുറച്ച് പൊടി ഉണ്ടാവും അതിൽ. അങ്ങനെ അതവിടെ ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മീൻ റെഡി ആയിട്ടുണ്ട്. കറി ഇന്നലത്തെ കറിയാണ് കേട്ടോ, മുരിങ്ങക്കായാണ്. കറി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു മീൻ കുറച്ചൊക്കെ അടി പൊളിച്ചു, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ചട്ടീൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ, ഈ ഇരുമ്പ് ചട്ടി മയക്കിയെടുക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അറിയണമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ, ഒന്ന് പറഞ്ഞു തരുന്നുണ്ടോ. ഇപ്പം എനിക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ബൈ.